ഹരിശ്രീ ഗണപതയേ നമ. അഭിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നാരായണീയം ദശകം 36 പരശുരാമ ചരിതം. ഭഗവാൻ പരശുരാമനായിട്ട് അവതരിച്ചതിനെ പറ്റിയുള്ള അതാണ് നമുക്കിന്ന് വായിക്കാനുള്ളത്. ശ്ലോകം 1. അത്രേ പുത്രതയാ പുരാത്വം അനസൂയായാം ഹി ദത്താഭിധോ ജാതശിഷ്യ നിബന്ധ തദ്രിതമനാ സ്വസ്ഥച്ചരൻ കാന്തയാ ദൃഷ്ടോ ഭക്തതമേന ഹേഹയമഹീപാലേന തസ്മൈ വരാൻ അഷ്ടൈശ്വര്യമുഖാൻ പ്രദായദിധ സ്വേനൈവ ചാന്ദേവധം. അത്രേ പുത്രതയാ പുരാത്വം അനസൂയായാം ഹി ദത്താഭിധോ ജാതശിഷ്യ നിബന്ധ തദ്രിതമനാ സ്വസ്ഥഞ്ചരൻ കാന്തയാ ദൃഷ്ടോ ഭക്തതമേന ഹേഹയമഹീപാലേന തസ്മൈ വരാൻ അഷ്ടൈശ്വര്യമുഖാൻ പ്രദായദിധ സ്വേനൈവ ചാന്ദേവധം. ഈ ശ്ലോകത്തിൽ ഭഗവാൻ പണ്ട്, അതായത് ഭഗവാൻ നാരായണൻ പണ്ട് അത്രിപുത്രനായി അനസൂയാദേവിയിൽ ദത്തൻ എന്ന പേരോടെ അവതരിച്ചു. അപ്പോൾ ഭഗവാൻ ആരായിട്ടാണ് അവതരിച്ചത്? ദത്തൻ. ആരുടെ മകനാണ്? അത്രിയാണ്. അത്രി മഹർഷി എന്ന് പറയും. അത്രിപുത്രനായി അനസൂയാദേവിയിൽ ദത്തൻ എന്ന പേരോടെ ഭഗവാൻ അവതരിച്ചതും ഭക്തനായ ഹേഹയ നൃപന്, അതായത് ഹേഹയ നൃപൻ വെച്ചാൽ കാർത്തവീര്യാർജുനനാണ് ഹേഹയ രാജ്യത്തെ നൃപൻ. അദ്ദേഹം തപസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ദത്താത്രേയൻ എന്ന ഈ ഭഗവാൻ ദത്തൻ അദ്ദേഹത്തിനെ കാണാൻ ഇടയായപ്പോൾ അദ്ദേഹത്തിന് വരങ്ങളൊക്കെ നൽകിയതിനെ പറ്റിയാണ് ഇതിൽ പറയുന്നത് ഈ ശ്ലോകത്തിൽ. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയെങ്കിലേ ഇത് മനസ്സിലാക്കാം. കാരണം ഞാനും ഇതൊക്കെ ആദ്യമായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഒന്നുകൂടെ പറയാം. അത്രിപുത്രനായി, അതായത് അത്രി മഹർഷിയുടെയും അനസൂയാദേവിയുടെയും മകനായിട്ട് ഭഗവാൻ ദത്തൻ്റെ പേര്, ദത്തൻ എന്നാണ് പേര്, ദത്താത്രേയൻ, അങ്ങനെ ഭഗവാൻ അവതരിച്ചു. എന്നിട്ട് ഭക്തനായ ഹേഹയ നൃപന്, അതായത് കാർത്തവീര്യാർജുനന് ഭഗവാൻ, ഈ ദത്തൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ വരങ്ങളൊക്കെ കൊടുത്തു. അതാണ് ഇതിൽ പറയുന്നത്. പണ്ടൊരിക്കൽ ഭഗവാൻ അത്രി മഹർഷിയുടെ പുത്രനായി അദ്ദേഹത്തിൻ്റെ പത്നിയായ അനസൂയാദേവിയിൽ അവതരിച്ചു. ആരാ? ഈ ദത്തൻ ഭഗവാനായിട്ട് വന്നു. മഹർഷി പുത്രന് ദത്താത്രേയനെന്ന് അഭിദാനം ചെയ്തു. അപ്പോൾ ഈ പിതാവ് അത്രി മഹർഷി എന്താ പേരിട്ടത്? ദത്താത്രേയൻ. അവൻ ദത്തതൻ എന്ന പേരിൽ പ്രസിദ്ധനായി. അപ്പോൾ ഈ ഭഗവാൻ നാരായണൻ ദത്തതൻ എന്ന പേരിൽ പ്രസിദ്ധനായി. ഭഗവാന്റെ അവതാരമായിട്ടാണ് ദത്താത്രേയൻ വന്നേക്കുന്നത്. ഈ അത്രി മഹർഷിയുടെയും അനസൂയയുടെയും മകനായിട്ട്. ദത്തൻ മറ്റ് ശിഷ്യഗണങ്ങളോടൊപ്പം ശിക്ഷണത്തിൽ ഏർപ്പെട്ടില്ല. കാരണം ഒരുപാട് ശിഷ്യന്മാർ കൂടെ ഉണ്ടല്ലോ, അവരുടെ കൂട്ടത്തിൽ ശിക്ഷണത്തിലൊന്നും പോയി ഏർപ്പെട്ടില്ല. എന്താ കാരണം? സമാധി ഭംഗം വരുമെന്ന് കരുതി ആശ്രമത്തിൽ സ്ഥിരം താമസിക്കാതെ. കാരണം സ്ഥിരമായി ആശ്രമത്തിൽ താമസിച്ചാൽ എന്ത് വരും? ഒരുപാട് കുട്ടികളൊക്കെ ഒന്നിച്ചു കൂടുമ്പോൾ ഈ സമാധി ഭംഗം, അത് തപസ്സിന് ഭംഗം വരുമെന്ന് കരുതി അദ്ദേഹം ആശ്രമത്തിൽ സ്ഥിരമായി താമസിക്കാതെ ഭാര്യാസമേതം, അത് പത്നി സമേതം സഞ്ചാരിയായി കഴിഞ്ഞുകൂടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇരിക്കവേ ഒരിക്കൽ, ഇങ്ങനെ സഞ്ചരിച്ചിരിക്കവേ ഒരിക്കൽ ഭഗവാനെ തന്നെ തപസ് ചെയ്യുന്ന ഒരാളാണ് ഹേഹയ നൃപനായ കാർത്തവീര്യാർജുനൻ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ദത്താത്രേയൻ ഭഗവാന്റെ അവതാരമാണല്ലോ. അപ്പോൾ കാർത്തവീര്യാർജുനൻ, ഹേഹയ നൃപനാണ് കാർത്തവീര്യാർജുനൻ. അദ്ദേഹം ഇങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ ദത്താത്രേയനെ കാണാനിടയായി. ഭഗവാനാണല്ലോ ദത്താത്രേയൻ. അപ്പോൾ ഈ കാർത്തവീര്യാർജുനൻ തപസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഭഗവാനായിരിക്കുന്ന ദത്താത്രേയനെ കാണാനിടയായി. അപ്പോൾ ഈ ദത്താത്രേയൻ എന്ത് ചെയ്തു? കാർത്തവീര്യാർജുനന് ദർശനം കൊടുത്തു, വരങ്ങൾ പ്രദാനം ചെയ്തു. അദ്ദേഹം ഈ നൃപന്, ഭഗവാൻ ദത്തൻ എന്ത് ചെയ്തു? അഷ്ടൈശ്വര്യ സിദ്ധികളും മറ്റു വരങ്ങളും എല്ലാം കൊടുത്തു. ആർക്കാ?
കാർത്തവീര്യാർജുനന് കൊടുത്തിട്ട് എന്ത് പറഞ്ഞു? അന്ത്യകാലത്ത് ഞാൻ തന്നെ നിന്നെ വധിക്കും എന്നും കൂടെ വരം കൊടുത്തു. ഈ കാർത്തവീര്യാർജുനനെ അന്ത്യകാലത്ത് ഒടുവിൽ ഭഗവാൻ ഈ ദത്താത്രേയൻ തന്നെ വധിക്കും. ദത്താത്രേയൻ ആരാണ്? പരമാത്മാവായ നാരായണൻ്റെ അവതാരമാണ്. അത്രി മഹർഷിയുടെയും അനസൂയയുടെയും മകനായിട്ടാണ് വന്നേക്കുന്നത്. ആ ദത്തൻ അവസാനം കാർത്തവീര്യാർജുനന് ദർശനമൊക്കെ കൊടുത്തിട്ട് ഐശ്വര്യങ്ങളുടായ വരങ്ങളെല്ലാം കൊടുത്തിട്ട് പറഞ്ഞു, ഒടുവിൽ ഞാൻ തന്നെ നിന്നെ വധിച്ചുകൊള്ളും എന്നും കൂടെ പറഞ്ഞു വരം കൊടുത്തു. അതാണ് ഈ ശ്ലോകത്തിൽ. നമുക്ക് രണ്ടാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 2. സത്യം കർത്തും അഥാർജുനസ്യ ച വരം തത് ശക്തിമാത്രാനതം ബ്രഹ്മദ്വേഷീ തദാഖിലം നൃപകുലം ഹന്തും ച ഭൂമിർഭരം സംജാതോ ജമദഗ്നിദോ ഭൃഗകുലേ ത്വം രേണുകായാം ഹരേ രാമോ നാമ തദാത്മജേഷ്വരജ പിത്രോർ അഥാ സമ്മതം. സത്യം കർത്തും അഥാർജുനസ്യ ച വരം തത് ശക്തിമാത്രാനതം ബ്രഹ്മദ്വേഷി തദാഖിലം നൃപകുലം ഹന്തും ച ഭൂമിർഭരം സംജാതോ ജമദഗ്നിദോ ഭൃഗകുലേ ത്വം രേണുകായാം ഹരേ രാമോ നാമ തദാത്മജേഷ്വരജ പിത്രോർ അഥാ സമ്മതം. ഇതിൽ പറയുന്നത് ഹേഹയ നൃപന്, അതായത് ഈ കാർത്തവീര്യാർജുനന് വരങ്ങൾ ഭഗവാൻ ദാനം ചെയ്തല്ലോ. ഭഗവാനായിട്ട് അവതരിച്ച ഈ ദത്താത്രേയൻ കാർത്തവീര്യാർജുനന് വരങ്ങളൊക്കെ ദാനം ചെയ്ത് പോയതിന് ശേഷം അർജുനന് നൽകിയ വരം, അതായത് കാർത്തവീര്യാർജുനന് നൽകിയ വരം സത്യമാക്കി തീർന്നിരുന്നതുമായ ആ കാലത്ത് അതായത് കാർത്തവീര്യാർജുനൻ്റെ മാത്രം പരാക്രമത്തിൽ ഒതുങ്ങുന്ന രാജവംശങ്ങളെ നശിപ്പിക്കാനും വേണ്ടി ഹേ ഹരേ നാരായണ ഭഗവാൻ നിന്തിരുവടി ഭൃഗുവംശത്തിൽ, അതായത് ദത്താത്രേയനായിട്ടാണല്ലോ ഇപ്പോൾ വന്നത് ഈ വരമൊക്കെ കൊടുത്തത്. എന്നാൽ ഇനി അടുത്തത് എന്താ വന്നേക്കുന്നത്? ഈ പരാക്രമത്തിൽ കാർത്തവീര്യാർജുനൻ്റെ മാത്രം പരാക്രമത്തിൽ ഒതുങ്ങുന്ന രാജവംശങ്ങളെ നശിപ്പിക്കാനും വേണ്ടി ഹരേ ഭഗവാനി നിന്തിരുവടി ഭൃഗുവംശത്തിൽ ജമദഗ്നി മഹർഷിയുടെ രേണുകയിലെ അന്തിമ പുത്രനായി രാമനാമത്തിൽ അവതരിച്ച് മാതാപിതാക്കൾക്ക് സന്തോഷം വളർത്തി. രാമൻ എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ അല്ല, പരശുരാമൻ. അത് പരശു എന്ന് പേരിട്ടത് അത് പരശു ആയുധമായതുകൊണ്ടാണ് ഈ രാമനെ പരശുരാമൻ ഇട്ടേക്കുന്നത്. അപ്പോൾ എന്താ രാമൻ എന്നാണ് പേര്. അപ്പോൾ ഇത് ആരാണ് പിന്നെ രണ്ടാമത് വന്നത്? ഈ ദത്താത്രേയനായ വന്ന ഭഗവാനാണ് ഇവിടെ വരം കൊടുത്തത്. അന്തിമ സമയത്ത് ഞാൻ തന്നെ നിന്നെ വധിച്ചുകൊള്ളു എന്ന് കാർത്തവീര്യാർജുനന്, അതായത് ഹേഹയ രാജാവാണ് കാർത്തവീര്യാർജുനൻ. അദ്ദേഹത്തിന് സർവ്വ ഐശ്വര്യ എല്ലാ വരങ്ങളും കൊടുത്ത് ദാനം ചെയ്തിട്ട് ആ ഭഗവാനായ ദത്താത്രേയൻ പറഞ്ഞു, അന്തിമ സമയത്ത് ഞാൻ തന്നെ നിന്നെ വധിച്ചു കൊള്ളും. അങ്ങനെ വരം കൊണ്ട് പോയപ്പോൾ ഇവിടെ വീണ്ടും എന്ത് വന്നു? ഈ വരങ്ങളെല്ലാം സത്യമാക്കി തീർന്നിരുന്നതുമായ ആ സമയത്ത് കാർത്തവീര്യാർജുനൻ്റെ മാത്രം പരാക്രമത്തിൽ ഒതുങ്ങുന്ന രാജവംശങ്ങളെ നശിപ്പിക്കാനും വേണ്ടി എന്ത് വന്നു? ഭഗവാൻ നാരായണൻ നിന്തിരുവടി ഭൃഗുവംശത്തിൽ ഈ ദത്താത്രേയൻ എന്ന് പറഞ്ഞ ഭഗവാൻ നാരായണൻ ഭൃഗുവംശത്തിൽ ജമദഗ്നി മഹർഷിയുടെയും രേണുകയുടെയും അന്തിമ പുത്രച്ച അവസാനത്തെ പുത്രൻ, അതായത് 4 മക്കളുള്ളതിൽ അവസാനത്തെ പുത്രനായി രാമനാമത്തിൽ അവതരിച്ച് മാതാപിതാക്കൾക്ക് സന്തോഷം വളർത്തി. അതായത് ഈ ശ്ലോകത്തിൽ പരശുരാമ അവതാര കാര്യം അത് ഇവിടെ അതിൻ്റെ മുമ്പത്തെ 1-ാമത്തെ ശ്ലോകത്തിൽ എന്താ? ദത്താത്രേയനായിട്ട് അവതരിച്ചു ഭഗവാൻ, അതായത് അത്രി മഹർഷിയുടെയും അനസൂയയുടെയും മകനായിട്ട്. ഇപ്പം 2-ാം ശ്ലോകത്തിൽ ആ ഭഗവാൻ ആരായിട്ട് വന്നു? ഇവിടെ പിന്നെ രേണുകയുടെയും ജമദഗ്നി മഹർഷിയുടെയും മകനായിട്ട് വന്നു. പേരെന്താ? ദത്താത്രേയൻ്റെ പേരിപ്പം മാറ്റി രാമൻ എന്നായി. മറ്റത് കഴിഞ്ഞ ശ്ലോകത്തിൽ ദത്താത്രേയനായിട്ട് ഭഗവാൻ അവതരിച്ചിട്ടാണ് വരം കാർത്തവീര്യാർജുനന് വരങ്ങളെല്ലാം നൽകി. എന്നാൽ ഇതെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടി ഭഗവാൻ എന്ത് വന്നു? രാമനായിട്ട് അവതരിച്ചു. ഇപ്പം അങ്ങനെ രാമനായിട്ട് അവതരിച്ചിട്ട് ഈ പരശുരാമൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഈ ഭൃഗുവംശത്തിലെ ജമദഗ്നി എന്ന മഹർഷിക്കും രേണുകാദേവിയിലുമാണ് 4-ാമത്തെ പുത്രനായിട്ടാണ് ഈ പരശുരാമൻ അവതരിച്ചേക്കുന്നത്. രാമൻ എന്നാണ് പേര്. പരശുരാമൻ എന്ന പേര് പരശു ആയുധമാക്കി.
ആയുധം പരശു ആയതുകൊണ്ടാണ് പരശുരാമൻ എന്ന് പേരിട്ടത്. അതുകൊണ്ട് നമുക്ക് ഈ ശ്ലോകം ഇവിടെ ഇത്രയും മതി. അടുത്ത ശ്ലോകം അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. മനസ്സിലായെങ്കിൽ മക്കളെ, ഇത് എനിക്ക് പോലും ഞാനിപ്പോൾ ഇന്നാണിത് വായിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്നും ഞാൻ തലേന്നൊന്ന് നോക്കിയിട്ടാണ് രാവിലെ നിന്ന് ഇടുന്നത്. ഇതിപ്പോൾ ഇപ്പം നോക്കിയാണ്. അത്രയും നമുക്ക് പരിചയമില്ലാത്ത ചില കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഞാനിങ്ങനെ ഒന്നും ഇതൊന്നും പഠിച്ചിട്ടില്ലല്ലോ. ഭാഗവതം മാത്രം ഇങ്ങനെ ഒന്ന് വായിച്ചു പോയി, അതും എന്തൊക്കെയോ വായിച്ച് പോയെന്നല്ലാതെ ഒന്നും അപ്പോൾ ഇതിപ്പോൾ സത്യമാണ്. അത് അർത്ഥം കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വ്യക്തമായിട്ട് പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.